ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് മലയാളികളായ നമ്മൾ പൊതുവേ തെറ്റിക്കുന്ന ഒരു വാചകത്തിലേക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പല കുട്ടികളുടെയും ബന്ധുക്കളെ കണ്ടിട്ട് കുട്ടികൾ പറയും, ഹീസ് മൈ കസിൻ ബ്രദർ, ഷീസ് മൈ കസിൻ സിസ്റ്റർ. സത്യത്തിൽ ഈ കസിൻ എന്നുള്ള പദം ആൺകുട്ടികളെ അല്ലെങ്കിൽ ആണിനെയോ പെണ്ണിനെയോ ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു കോമൺ ജെൻഡർ ആയിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ കോമൺ ജെൻഡറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ചിൽഡ്രൻ. കുട്ടികളാണുമാകാം പെണ്ണുമാകാം, ചൈൽഡ് എന്ന് പറയുന്ന പോലെയാണ് പേരൻസ്, മാതാപിതാക്കൾ. പേരൻ്റ് എന്ന് പറയുമ്പോൾ അമ്മയോ അച്ഛനോ ആകാം എന്ന് പറയുന്ന പോലെയാണ് സിബ്ലിംഗ്, സഹോദരനുമാകാം സഹോദരിയുമാകാം. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസ് തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. ഹീസ് മൈ കസിൻ ബ്രദർ അങ്ങനെ പറയില്ല അവർ, ഹീസ് മൈ കസിൻ. അപ്പോൾ ഹീ എന്നുള്ള പദത്തിൽ തന്നെ അതാണാണോ പെണ്ണാണോ എന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ കസിൻ എന്നുള്ള പദത്തിൽ അവർ ആണാണ് പെണ്ണാണെന്ന് ധ്വജിപ്പിക്കത്തക്ക യാതൊരു കാര്യവും ഉപയോഗിക്കുന്നില്ല. അവിടെ സ്ത്രീലിംഗവും പുല്ലിംഗവും അവരുടെ ചിന്തയിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് ആണോ പെണ്ണോ ആകാം, അല്ലേ? ചില ആൾക്കാർ ആൺ സുഹൃത്തുണ്ടെന്ന് പറയാനായിട്ട് പറയുന്നത് ഐ ഹാവ് എ ബോയ് ഫ്രണ്ട് എന്നാണ്. ഐ ഹാവ് മെനി ബോയ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന കുട്ടികൾ പോലും ഉണ്ട്. വളരെ തെറ്റാണ്. ബോയ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷുകാർക്കിടയിൽ ഒരു ധാരണയുണ്ട്, അതൊരു കാമുകനാകാം. ആ ഒരു അർത്ഥതലത്തിലാണ് അവർ ബോയ് ഫ്രണ്ട് ഉപയോഗിക്കുന്നത്. നേരെ തിരിച്ച് ഗേൾ ഫ്രണ്ടും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മതി, അത് ബോയ് ഫ്രണ്ടെന്നോ ഗേൾ ഫ്രണ്ടെന്നോ നമുക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും തിരിക്കുവാനായിട്ട് പറയാൻ പാടില്ല. അതുപോലെ ഒരു പദമാണ് കസിൻ. ഹീസ് മൈ കസിൻ, ഷീസ് മൈ കസിൻ. ഹായ്, കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ബൈ, ടേക്ക് കെയർ.